നിങ്ങൾക്ക് ഇൻകം ടാക്സ് ഫയൽ ചെയ്യാറുണ്ട്. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾ ഇൻകം ടാക്സ് ഫയൽ ഓൺലൈനിൽ നിങ്ങൾ ചെയ്യുന്നവരുണ്ടോ? അപ്പൊ അത് ഏത് ഫോമാണ് നിങ്ങൾ, അതായത് ITR 3, ITR 1, ITR 2, ITR 4 ഇങ്ങനെ കുറേ ഉണ്ട്. അപ്പൊ അത് ഏതാണ് ചെയ്യേണ്ടത്? അപ്പൊ നിങ്ങൾ ITR 1 ചെയ്യുന്നവരാണെങ്കിൽ, അതായത് സാലറി പെൻഷൻ നിങ്ങൾക്ക് വരുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു റെന്റിന്റെ ഇൻകം വരുന്നുണ്ട്, ഒപ്പം തന്നെ അതർ ഇൻകം, അതായത് ഡിവിഡൻഡോ ബാങ്കിലെ ഇൻട്രസ്റ്റ്, അതായത് FDI യിലും സേവിങ്സ് ആയാലും ഇങ്ങനെയാണ് വരുന്നെങ്കിൽ ITR 1 ആണ് നിങ്ങൾ ഫയൽ ചെയ്യേണ്ടത്. ഇനി ITR 2 എന്ന് പറയുന്നത് നിങ്ങൾക്കിപ്പോൾ ഇതിന്റെ കൂടെ ഒരു റെന്റൽ ഇൻകം കൂടി ഉണ്ട്, അതായത് 50 ലക്ഷത്തിന് മേലെ വരുന്നുണ്ട്, ഒപ്പം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റിൽ നിങ്ങൾക്ക് ക്യാപിറ്റൽ ഗെയിൻ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ITR 2 ആണ് ഫയൽ ചെയ്യേണ്ടത്. ഇനി നിങ്ങളൊരു ബിസിനസ്സുകാരനാണെങ്കിൽ അത് പ്രിസംറ്റീവ് ടാക്സേഷനിലാണ് വരുന്നെങ്കിൽ, അതായത് 44AD, 44AE, 44ADA ഇതിലാണ് വരുന്നെങ്കിൽ നിങ്ങളുടെ ബാക്കി, അതായത് പെൻഷൻ, സാലറി അത് 50 ലക്ഷത്തിന് മുകളിൽ, അതേപോലെ റെന്റ് 50 ലക്ഷത്തിന് മുകളിൽ, അതേപോലെ നിങ്ങളുടെ അതർ ഇൻകം 50 ലക്ഷത്തിന് മുകളിൽ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ITR 4 ഫയൽ ചെയ്യണം. ഇനി വരുന്നത് നിങ്ങൾ ഇതിലൊന്നും പെടാതെയാണ് നിങ്ങളുടെ ഇൻകം വരുന്നെങ്കിൽ, അതായത് പ്രിസംറ്റീവ് ടാക്സേഷൻ അല്ല നിങ്ങളുടെ ബിസിനസിന്റെ ഇൻകം വരുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടതാണ് ITR 4. അപ്പോൾ ഇനിയും കൺഫ്യൂസ്ഡ് ആയിട്ടാവും നിൽക്കുന്നവരെ വേഗം തന്നെ കമന്റ് ചെയ്യുക.